ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെക് ഗാഡ്ജറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഹെൽത്ത് നന്നായി നോക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു യൂട്യൂബ് ക്രിയേറ്റർ, കോണ്ടൻറ്റ് ക്രിയേറ്ററായി ഒരു മുഴുവൻ സമയം പരിപാടി പിടിക്കുന്നതിന് മുമ്പ് ഞാൻ റേഡിയോയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് ഏകദേശം 12 വർഷത്തോളം തുടർന്നു. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വരുമാന മേഖലയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ടാവും, യൂട്യൂബ് മാത്രമായിട്ട്. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ആരോഗ്യ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഉള്ളൊരു പ്രശ്നമുണ്ട്, വയറ് ചാടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എയറൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും മിനിമം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഡയറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ബട്ട് സ്റ്റിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുന്നില്ല. അതായത് നമ്മൾ ഇരുന്ന് തന്നെയാണ്. ഇപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വരുന്നു, ഇരിക്കുന്നു, കമ്പ്യൂട്ടർ മുമ്പിൽ വർക്ക് ചെയ്യുന്നു, സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നു, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു, ഫുൾ ഇരിപ്പാണ്. അപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന കുറച്ച് സമയം മാത്രമാണ് ഞാനൊന്ന് എണീറ്റ് നിൽക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എണീറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇരിപ്പ് കുറയ്ക്കുക, എണീറ്റ് നിൽക്കുന്ന സമയം കൂട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടേബിൾ വാങ്ങാൻ തീരുമാനിച്ചു ഗൈസ്. അങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടേബിൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം, നല്ലൊരു ടേബിളിന് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ടേബിളൊക്കെ ആണെങ്കിൽ ഒരു 23,000 രൂപ തൊട്ട് മുകളിലേക്കാണ് റേറ്റ് വരുന്നത്. ഇനി അതല്ല നമ്മൾ കൈകൊണ്ട് കറക്കുന്നതാണെങ്കിൽ ഒരു 11,000 രൂപ തൊട്ട് മുകളിലേക്കാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും പൈസ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അത് മാത്രമല്ല, ആ ടേബിൾ വരുമ്പോൾ ഇത്രയും സ്പേസ് എടുക്കും. ഇത്രയും ഒരു വലിയ സ്പേസ് ഞാനൊരു ടേബിളിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല. എൻ്റെ മുറി വളരെ ചെറുതാണ്. മുറി ചെറുതായത് എന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് പിൻവലിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറെ ഐഡിയാസ് ആലോചിക്കുന്നുണ്ട്. എനിവേ, എനിക്ക് ഈ കുറഞ്ഞ സ്പേസിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ സമയം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി നോക്കിയപ്പോൾ ആമസോണിൽ ഞാനൊരു പ്രോഡക്റ്റ് കണ്ടു. അത് ഞാൻ വാങ്ങിച്ചു. അതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഈ ടേബിളിൻ്റെ ഹൈറ്റ് ആയതുകൊണ്ടാണ് ഫ്രെയിം വൈഡ് വെക്കേണ്ടി വന്നത്. അപ്പോൾ ലൈറ്റ് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും, ഫുൾ വൈറ്റ് കളർ അടിച്ച് പോയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് എൻ്റെ മറ്റേ സൈക്ലിങ്ങിന് പോകുമ്പോൾ ഇടുന്ന ഓറഞ്ച് ജാക്കറ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ബൈ ഈ ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു വീഡിയോ മൈക്കാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ മൈക്കൊന്നും കണ്ടില്ല, ഇതുപോലെ നെഞ്ചത്തൊരു മൈക്കൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നത് ഈ ഡിവൈസ് വെച്ചിട്ടാണെന്നുള്ളതാണ്. ഇതൊരു ഗംഭീര മൈക്കാണ്. നിങ്ങളൊരു വയർലെസ് മൈക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ക്യാമറയും നിങ്ങളും തമ്മിൽ, ഇപ്പോൾ ഫോണിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ക്യാമറയും നിങ്ങളും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ കുറച്ച് വൈഡായിട്ടുള്ളൊരു ലെൻസ് ഇട്ട് ക്യാമറയുടെ മുകളിൽ ഈ മൈക്കും കൂടി മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീര ഓഡിയോ ക്വാളിറ്റിയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട്. തൽക്കാലം ഞാൻ മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂമിൽ സ്ഥലമില്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. വൃത്തിക്ക് തുറക്കാനുള്ള ക്ഷമയൊന്നുമില്ല, അതുകൊണ്ട് വെട്ടിക്കീറാം. കൂട്ടത്തിൽ പറഞ്ഞു പോയി തുറക്കുന്നതിൻ്റെ ഇടയിൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് അറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈവൻ നിങ്ങളുടെ ടേബിളിൽ അവർ ചായ വരെ കൊണ്ടുവന്ന് തരും. ടേബിളിൽ ചായ കിട്ടുന്ന ഓഫീസ് നല്ല ഓഫീസാണ് എന്ന് വിചാരിച്ചിരുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ടേബിളിൽ നിന്ന് എണീക്കാൻ പോലും സമ്മതിക്കാത്ത അത്രയും സമയം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ശമ്പളത്തിനുള്ള ജോലി ചെയ്താൽ മതി. അതിൽ കൂടുതലുള്ള ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കൊട്ടാരം പണി തരുമൊന്നുമില്ല. മാക്സിമം പോയാൽ HR-നെയൊക്കെ സൂചിപ്പിച്ച് മാനേജറെ സന്തോഷിപ്പിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെറിയ സാലറി ഇൻക്രിമെൻറ്റ് കിട്ടും. അതും ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും സാമ്പത്തിക മാന്ദ്യമൊക്കെ പറഞ്ഞിട്ട് പിച്ച കാശാണ് കൂട്ടിത്തരാം. എനിക്കതിൽ വലിയ സങ്കടവും നിരാശയൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ ഇരയായിരുന്നു. നമ്മൾ സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രീഡം ഒക്കെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു വർക്ക് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിന്നതും കൊണ്ടും കൂടിയാണ് എൻ്റെ ശരീരം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ എനിക്ക് പറ്റാതെ പോയത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരോട് എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. കാര്യം അതിന് ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് വേണം, ഭയങ്കര വിൽ പവർ വേണം. എൻ്റെ കയ്യിൽ അതൊന്നും കാര്യമായിട്ടില്ല. ഞാൻ ആകെ വിൽ പവറോടുകൂടി ചെയ്തത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന 2 ചൈനീസ് സ്റ്റിക്കർ അവർ തന്നിട്ടുണ്ട്. നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഹീഷു ഹാങ്ങ നുക്ക ഹുക്ക, എനിക്ക് മനസ്സിലായിട്ടില്ല. തെർമോക്കോൾ പീസ്, ഇത് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഈ ലൈറ്റ് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, ഇവിടെ ഞാൻ ഒരു ലൈറ്റേ വെച്ചിട്ടുള്ളൂ. അതേസമയം ഞാൻ ഈ സൈഡിൽ ഇത് കുറച്ചൊരു ക്ലോസ് റേഞ്ചിൽ കൊണ്ടുവന്ന് ഈ സൈഡിലും കൂടി ബ്രൈറ്റ് ആയിട്ട് കിട്ടും. നല്ല പരിപാടിയാണ്. തെർമോക്കോളൊന്നും അങ്ങനെ വെറുതെ കളയരുത്. ഇഫ് യു ആർ വീഡിയോ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എല്ലാം ഒന്നും എടുത്ത് വെക്കണ്ട, നല്ലത്. ഇതൊന്നും എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ് കാര്യങ്ങളും ഇടർത്തി മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. മുമ്പൊരിക്കൽ ഞാൻ വീഡിയോയിൽ മടിയിൽ വെച്ച് നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല, വർഷങ്ങളായിട്ട് എല്ലാവരും വാങ്ങിക്കുന്നതാണ്. ഞാനത് വീഡിയോയിലിട്ടത് കുറേ പേർക്ക് ഉപകാരമായി എന്ന് പറഞ്ഞ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇതൊരു ടേബിളാണ്, പക്ഷേ ഇത് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ടേബിളാണ്.
ഞാൻ കൂടുതലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മാക്ബുക്ക് പ്രോയിലാണ്. മാക്ബുക്ക് പ്രോയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ മൗസും കീബോർഡും ഞാനിപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്. കാര്യം മാക്കിൻ്റെ വലിയ മൗസ് പാഡാണ്. എനിക്ക് അതിൽ തന്നെ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. ഒരു എക്സ്ട്രാ മൗസിലേക്ക് കൈ കൊണ്ടുപോകണം എന്നെനിക്ക് ആഗ്രഹമില്ല. കാര്യം ഇത് ഭയങ്കര സിമ്പിളാണ്, സ്മോളാണ്. സിനിമ കാണാൻ പോലും അതിൻ്റെ ഗംഭീര സ്ക്രീനാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പറയുകയാണ്. മാക്ബുക്ക് പ്രോ 14 18 GB റാം 512 GB സ്റ്റോറേജ് ആണെന്ന് തോന്നുന്നു. അതാണ് ഞാൻ എടുത്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. അപ്പം നല്ല ഗംഭീര ഡിസ്പ്ലേ ആണ്, നല്ല സൗണ്ടിങ് ആണ്. പക്ഷേ അതിലെന്ത് കൺസ്യൂം ചെയ്യണമെങ്കിലും ഇരുന്നിട്ടാണ് ഈ പരിപാടി നടക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഇതിങ്ങനെ സ്റ്റാൻഡിങ് മോഡലിൽ കിട്ടും. ക്ലീൻ ആക്കിക്കോട്ടെ. അത് ക്ലീൻ ആക്കിയപ്പോൾ എൻ്റെ ടീഷർട്ട് വൃത്തിയുടെ ഇതിങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചരിഞ്ഞ് നിന്ന് കാണിച്ചു തരാം. എനിക്ക് ഈ ഹൈറ്റിൽ എൻ്റെ മാക്ബുക്ക് വെക്കാം. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേ നല്ല ക്ലീനായിട്ട് കാണാം, ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ നിന്നിട്ടാണ് ഇപ്പോൾ കൂടുതൽ സമയം ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ സമയം അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ച് ഇരിക്കാൻ പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ കുറച്ച് സമയം ഇരിക്കണം, അതുപോലെ തന്നെ നമ്മൾ നിൽക്കുകയും വേണം. ഫുൾ ടൈം ഇരിപ്പായി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സിനിമ കാണാൻ നേരത്ത് ഇങ്ങനെ നിന്ന് കാണാം. അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു അത് താഴത്തെ ടേബിളിനുള്ള ആട്ടമാണ്. മുകളിലത്തെ ഈ പീസ് ഇപ്പം എങ്ങനെ പറയാം, ഇത് അനങ്ങിയിട്ടില്ല, കല്ല് പോലെ നിൽപ്പുണ്ട്. ഒരു കുഴപ്പമില്ല. ഈ താഴത്തെ ടേബിളാണ് ഈ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് ബലമുള്ള വേറെ ടേബിളുണ്ട്, അതിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഒരു നീളവും വീതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ കമ്പ്യൂട്ടർ ടേബിളില്ലേ അതിൻ്റെ അത്രയും തന്നെ നീളവും വീതി ഇതിനുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ച് ഇങ്ങനെ മുകളിൽ ലാപ്ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാണ് വെക്കേണ്ടതെങ്കിൽ അതും കൂടിയുള്ള ഒരു എക്സ്ട്രാ ട്രേ വരുന്ന ഒരു മോഡലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. ഒരു 5000 രൂപ താഴെ, എക്സാക്ട് റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ. ഞാനതെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രോഡക്റ്റിൻ്റെ പേര്, ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് സെർച്ച് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അങ്ങനെ വലിയ ആനുപിടിപ്പുകാർ ഉണ്ണിക്ക് മാത്രം അറിയാവുന്ന കാര്യം അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങളിത് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ എനിക്കൊരു 2-3% ആമസോൺ പ്രൈമിൽ നിന്ന് ആമസോണിൽ നിന്ന് കമ്മീഷനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ലിങ്ക് ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. സോ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായി. ഈ സൈഡിലൊരു നോബുണ്ട്. ആ നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കിതിൻ്റെ ഹൈറ്റ് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. എനിക്ക് തൽക്കാലം ഇതിൻ്റെ ഹൈറ്റ് ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോ വേണം. ഈ ഒരു ലെവലിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് കുനിയണ്ട, എനിക്ക് ഇങ്ങനെ നിൽക്കാം, സിമ്പിളായിട്ട് വർക്ക് ചെയ്യാം. ഇനി ഞാൻ വേറൊരു സാധനം കൂടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു മാറ്റാണ്. തറയിൽ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ കാലിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും, എനിക്ക് ഹെൽത്ത് വൈസ് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളൊരു ക്രിയേറ്റർ ആണോ അല്ലയോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ദിവസത്തിലെ സമയം ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ഇരുന്നാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിൽ കടന്നു എന്നുള്ളതാണ്. പ്ലീസ് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന ചെറിയ ദുരന്തങ്ങൾ ഞാൻ പറയാം. എന്നെ തേടി വന്ന ചെറിയ ദുരന്തങ്ങൾ, അതിലൊന്ന് ഗ്യാസ്ട്രിക് ഇഷ്യൂസാണ്. ഇരുന്നിരുന്നുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മുടെ ഗേർഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും, നമുക്ക് നെഞ്ചുവേദന വരുന്ന പോലെ തോന്നും. ഞാനൊരു 4 പ്രാവശ്യം ICUയിൽ പോയി അഡ്മിറ്റ് ആയിട്ടുള്ള ആളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നെഞ്ചുവേദന വരും, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിക്കും. അവിടെ പോയി അഡ്മിറ്റ് ആവുന്നു. അവിടെ അവർ ചെക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ്. അങ്ങനെ ഞാൻ വേറെ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഗേർഡിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി. കുറേ നാൾ കണ്ടിന്യൂസ് ഞാൻ മരുന്നെടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ വെയിറ്റ് ഞാൻ നല്ലോണം കുറച്ച് കൊണ്ടുവന്നിട്ടാണ് എനിക്ക് ആ ഇഷ്യൂസിലൊരു മാറ്റം വന്നത്. ഇപ്പോൾ വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പേടി കൂടുന്നത്. അപ്പോൾ എന്തായാലും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളെ തേടി വരാവുന്ന വേറെയും പല പ്രശ്നങ്ങളുണ്ട്. അമിത ശരീരഭാരം വരാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത. ഞാനിതൊന്നും പറയുന്നത് ഞാനൊരു ഡോക്ടറായിട്ടല്ല, എൻ്റെ കേട്ടറിവും വായിച്ചറിവും ജീവിതത്തിൽ ചെറിയ അറിവും വെച്ചിട്ടാണ്. നിങ്ങളിത് കൃത്യമായി ചെക്ക് ചെയ്യുക. ഏറ്റവും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ഈ കാര്യങ്ങളിൽ ഒരു ഉപദേശം നേടുക. എന്നിട്ട് നിങ്ങളുടെ വർക്കിൻ്റെ രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ചെയ്യുക. പ്ലീസ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. ബാക്കി എന്ത് പരിപാടിയും പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് തിരിച്ചു വരും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹെൽത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.